ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൺ ടൈം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് മുട്ട പഫ്സിന്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ പൊടി ഒന്ന് കുഴച്ച് വെക്കാനുണ്ട്. ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിൽ 2 കപ്പ്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചിട്ടെടുക്കാം. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. കുറച്ച് വെള്ളം നോക്കി ഒഴിച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് നല്ലോണം തന്നെ ബാക്കി കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കിയിട്ട് തന്നെ എടുക്കണം ഇത്. ഇതാ ഞാൻ കുഴച്ചെടുത്തിന്. ഈ ഒരു രീതിയിൽ അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് അങ്ങനെ കുഴച്ചിട്ടെടുക്കാം. എന്നിട്ട് ഇതാ ഇത് വെക്കുന്ന ബൗളിൽ ഞാൻ ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഈ ഡോന് മേലെയും കുറച്ചൊന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഒന്ന് അവിടെ ഒന്ന് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഞാനിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ പേസ്റ്റ് ചേർത്താൽ മതി. ഞാനിപ്പോൾ ചതച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങളെ എരിവ് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മീഡിയം സൈസ് ഉള്ളി നീളത്തിൽ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളിയിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ആ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയി വരട്ടെ. അപ്പൊ ഇതാ ആ ഉള്ളിയെല്ലാം നല്ലോണം സോഫ്റ്റ് ആയി വന്നിന്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് നല്ലോണം തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. ഉള്ളി ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി ചില്ലി ആട്ടാ ചേർത്തത്. ടീസ്പൂൺ ആണ് ചേർക്കുന്നത്. പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന പൊടികളൊന്നും കൂടി പോവാണ്ട് നോക്കുക. കൂടിക്കഴിഞ്ഞാൽ ആ പൊടിന്റെ ഒരു കുത്തൽ വരും. അപ്പം പിന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഞാനിപ്പോൾ എല്ലാം ടീസ്പൂൺ വെച്ചിട്ടാണ് ചേർത്തത്. അപ്പൊ ഇതാ അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ ഈ ഒരു മസാല കുറച്ചൊന്ന് ഡ്രൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ്. വല്ലാണ്ട് അങ്ങ് കൂടി പോണ്ട, കുഴഞ്ഞു പോണ്ട മസാല. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെക്കാം. ഒരു 1-2 മിനിറ്റ് അവിടെ അങ്ങനെ അടച്ചു വെക്കാം. അപ്പൊ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു ഡോ എടുക്കാം. ഇതൊന്ന് നമുക്കൊന്ന് പരത്തി എടുക്കണം. ഇതിതാ കുറച്ചുകൂടി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടാ. അപ്പൊ ഇതാ ഇത് പരത്തി എടുക്കാൻ വേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പിൽ കുറച്ചൊന്ന് ഓയിൽ ഈ ഒരു രീതിയിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് നമുക്കൊന്ന് പരത്തിയെടുക്കാം. നല്ല നൈസായിട്ട് പരത്തിയെടുക്കാം. ഇത് കൈ വെച്ചിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അങ്ങനെ പരത്തിയെടുക്കാൻ കഴിയും. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് മാക്സിമം നല്ല നേരിയതായിട്ട് തന്നെ അങ്ങനെ പരത്തിയെടുക്കാം. അപ്പൊ ഇതാ ഞാൻ ഇത്രയും വലുപ്പത്തിൽ അങ്ങനെ പരത്തിയെടുത്തിന്. ഇനി അതിന്റെ മേലേക്ക് കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഓയിൽ തേച്ച് കൊടുക്കാം.
ഇനി നമുക്ക് അതിന് മേലെ കുറച്ച് മൈദപ്പൊടി ഈ ഒരു രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് മടക്കി എടുക്കണം. ഫസ്റ്റ് ഈ ഒരു രീതിയിൽ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ സൈഡിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓയിൽ തേച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് മൈദപ്പൊടി അതിന് മേലെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡിൽ നിന്ന് ഈ ഒരു രീതിയിൽ മടക്കി കൊടുക്കാം. ആ സൈഡിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കാം. അതേപോലെ മൈദപ്പൊടി അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ വീഡിയോ കാണുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് മടക്കി കൊടുക്കാം. ആ സൈഡിലും ഓയിലും തേച്ച് കൊടുക്കാം, മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത സൈഡിൽ നിന്നും ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ മടക്കി കൊടുക്കാം. ഒരു സ്ക്വയർ ഷേപ്പിൽ അങ്ങനെ ലാസ്റ്റ് മടക്കി എടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കാം. വേണമെങ്കിൽ ഓയിൽ ഒന്നുകൂടി ഒന്ന് ഇതിന് മേലെ ആക്കിയിട്ട് അങ്ങനെ പരത്തിയെടുക്കാം. അപ്പോൾ ഇത് ഞാൻ റോളർ വെച്ചിട്ടാട്ടോ പിന്നെ ഒന്ന് പരത്തുന്നത്. പിന്നെ പരത്തിയെടുക്കുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് ടൈറ്റ് പോലെ തോന്നും. അപ്പോൾ ഇതാ റോളർ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത് ആ ഒരു സെയിം സ്റ്റെപ്പ് ഓയിൽ തേച്ച് കൊടുക്കാം, കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്നും ഫസ്റ്റ് മടക്കാം. പിന്നെ അടുത്ത ആ രണ്ട് സൈഡിൽ നിന്നും ഒന്നുകൂടി ഒന്ന് മടക്കാം. ഇത് ചെയ്യുന്ന ആ ഒരു സമയത്തല്ലോ ഓയിലും തേച്ച് കൊടുക്കാം, മൈദപ്പൊടിയും അങ്ങനെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ സെയിം ഫസ്റ്റ് ചെയ്ത ആ ഒരു രീതിയിൽ തന്നെ രണ്ടാമതും ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതാ ഒന്നുകൂടി നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇത് അങ്ങനെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല, ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് അങ്ങനെ ഒന്ന് പരത്തിയാൽ മതി. എന്നിട്ട് 4 സൈഡിൽ നിന്നും നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കിട്ടണ്ടേറ്റാട്ടോ. എന്നിട്ട് സെന്ററിൽ നിന്ന് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീഡിയോ കാണുന്ന രീതിയിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ 8 പഫ്സ് ആട്ടാ ഇതിനെ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റാന്. നല്ല വലുപ്പത്തിലുള്ള 8 പഫ്സ്, സാധാരണ നമ്മൾ പഫ്സിന്റെ വലുപ്പത്തിലുള്ള. പിന്നെ കുറച്ചുകൂടി ചെറുതാക്കുമ്പോൾ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടുതൽ അങ്ങനെ കിട്ടും. അപ്പൊ ഇതാ ഞാൻ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിന്. ഇതാ ഈ ഒരു രീതിയിൽ ലെയർ ആയിട്ട് നമുക്ക് അങ്ങനെ കിട്ടും. ഇനിതാ ഈ ഒരു രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് നിവർത്തിയെടുക്കാം. ഇതാ ഈ ഒരു വലുപ്പത്തിൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല വെച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുട്ട നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആ മുട്ട ഒരു മുട്ട 2 പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിന്. അപ്പോൾ ആ മുട്ട ഇതിന് മേലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് മസാല ആ മുട്ടന്റെ മേലെ ആക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് രണ്ട് സൈഡിൽ നിന്ന് കോണായിട്ട് ഈ ഒരു രീതിയിൽ വീഡിയോ കാണുന്ന രീതിയിൽ ഫസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കി രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു രീതിയിൽ ഒന്നുകൂടി ഒന്നിങ്ങനെ മടക്കാം. അങ്ങനെ ബാലൻസ് വരുന്ന പോർഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്നിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് അത് ഓപ്പൺ ആയി വരും. അപ്പൊ ഒന്ന് ഒട്ടിച്ച് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ ഇതാ ഒന്ന് ഞാൻ ചെയ്തെടുത്തിന്, ബാക്കിയെല്ലാം ഞാൻ ചെയ്തെടുക്കട്ടെ അതേപോലെ. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇനി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പൊ ഇതാ ഇത് ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു ട്രയലായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അതിലേക്ക് കുറച്ച് ഓയിൽ ആദ്യം തേച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു പഫ്സ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 8 എണ്ണാട്ടാ ചെയ്തെടുത്തത്. അപ്പൊ അതിൽ നിന്ന് 4 വെച്ചിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പൊ 4 എണ്ണം ഈ ട്രേയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് മേലെയായിട്ട് നമുക്കൊന്ന് എഗ് വാഷ് ചെയ്ത് കൊടുക്കണം. അതിനായത് ഒരു മുട്ട എടുത്തിട്ട് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിന് മേലേക്ക് ഈ ഒരു രീതിയിൽ തേച്ച് കൊടുക്കാം. ഇതൊന്നുകിൽ നമുക്ക് 2 പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ ബേക്ക് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ആദ്യം ബേക്ക് ചെയ്ത ശേഷം അത് ഇറക്കിയ ശേഷം അടുത്തത് അങ്ങനെ വെച്ച് കൊടുത്താലും മതി. ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു രീതിയിലുള്ള പാൻ ആട്ട എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു സ്റ്റാൻഡ് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മേലെയായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ പഫ്സ് എല്ലാം വെച്ച് കൊടുക്കാം. ആ ഒരു ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫോയിൽ വെച്ചിട്ട് മൊത്തത്തിലൊന്ന് ഫസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഫോയിൽ വെച്ചിട്ട് അങ്ങനെ കവർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ചെയ്താൽ കുറച്ചുകൂടി ഒന്ന് ബെറ്റർ ആയിരിക്കും. കാരണം നമ്മളിത് ഗ്യാസിൽ ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് നല്ലോണം ടൈം എടുക്കും ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫോയിൽ വെച്ചിട്ട് കുറച്ചുകൂടി കവർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി
നല്ലതായിരിക്കും എന്തായാലും അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഫോയിൽ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മൂടിക്ക് ചെറിയൊരു ഹോൾസ് ഉള്ളതുകൊണ്ട് അതിൽ ഫോയിൽ വെച്ചിട്ട് അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതാ എനിക്കിത് കറക്റ്റ് 50 മിനിറ്റ് എടുത്തിട്ടാ ഇതായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് കുക്കായി കിട്ടും, പക്ഷേ മേലെ ഭാഗം ഒന്ന് കളർ ചേഞ്ച് ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇപ്പോൾ 50 മിനിറ്റ് എനിക്ക് എടുത്തത് ആയി കിട്ടാൻ വേണ്ടിയിട്ട്. ചിലവർക്ക് കൂടുതലും ടൈം എടുക്കും, ചിലവർക്ക് ഇതിലും കുറവ് ടൈമിൽ ആയി കിട്ടും. അത് ഒരേയാളെ ഗ്യാസിൻ്റെ എല്ലാം അനുസരിച്ചിട്ട് അങ്ങനെ മാറ്റം ഉണ്ടാവും. അപ്പോൾ നമ്മളെ പഫ്സ് റെഡി ആയിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഫീഡ്ബാക്ക് പറയാം. പിന്നെ ഈ വീഡിയോ ഹെൽപ്പ് ആവും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.